ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. പണി എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം വീണ്ടും ജോജു ജോർജ് രചനയും സംവിധാനവും എത്തുന്ന പുതിയൊരു സിനിമയുടെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേരാണ്, സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണെന്നൊക്കെ ഈ ടീസറിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് കണ്ടുനോക്കാം. പണി നിങ്ങൾ കണ്ടു കാണും. പണിയുടെ ആ ഒരു വമ്പൻ ഹിറ്റ്, അതിലെ പെർഫോമൻസ് വൈസ് BGM എല്ലാം ട്രെൻഡിങ്ങുമായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുനോക്കാം. യൂസ് ഹെഡ്ഫോൺസ്. കാവ്യ ഫിലിം കമ്പനി. കയ്യിലിന്റെ പാൽ അത് കൊള്ളാം കേട്ടാ. വേണു കുന്നപ്പള്ളിയാണ് നിർമ്മാണം. ഫീമെയിൽ ഓറിയന്റഡ് ഫിലിമാണോ? ഫ്രം ദ മേക്കർ ഓഫ് പണി. മങ്കാത്ത പൊളിറ്റിക്കൽ പടമായിരിക്കും. രമേശ് ഗിരിയാണ് സഹസംവിധായകൻ. ഗൈസ്, കണ്ടിട്ട് ഒരു പൊളിറ്റിക്കൽ പടമായിട്ടൊന്നും തോന്നുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ബാക്ക് സ്റ്റോറി, അതായത് പഴയ സ്റ്റോറിയെ ഫിൽട്ടർ ചെയ്ത് ഒരു മോഡേൺ സ്റ്റോറി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട്. സത്യത്തിൽ എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കാരണം ആ ഒരു ഷെയ്ഡ് വൈസ് ആണ് അവർ കാണിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഈ കയ്യൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഗസ് ചെയ്താണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്തേ കേട്ടാ. സാബു മോഹൻ കലാസംവിധാനം. പണിയുടെ ജീപ്പാണോ അത്? അൻപർ വർഷണ്ട്. സംഗീതം യുവൻ ശങ്കർ രാജ. യുവനെ പിടിച്ച് മ്യൂസിക്കിനാ. ആൻഡ് ഛായാഗ്രഹണം ചെയ്യുന്നത് രാജീവ് രവിയുമാണ്. നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. സ്റ്റെൻഡ് അൻപറിവ്. നല്ല വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ്. എല്ലാം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ. രചനാ സംവിധാനം ജോജു ജോർജ്. നെവർ മിസ്റ്റേക്ക് സൈലൻസ്. പരിപാടി. ജോജോർത്ത് ഇങ്ങനെ പേരൊക്കെ തപ്പിടകളെന്ന്. പരിപാടി. അത് കൊള്ളാം കേട്ടാ. എഴുത്ത് നെവർ മിസ്റ്റേക്ക് സൈലൻസ്. ഇത് പാൻ ഇന്ത്യൻ. ആരംഭിക്കുന്നു. പരിപാടി ആരംഭിക്കുന്നു. കാവ്യ ഫിലിം കമ്പനി അവതരിപ്പിക്കുന്ന പരിപാടി ആരംഭിക്കുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു നാടകത്തിലെന്തോ തുടക്കത്തിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്ന പോലെ കേൾക്കുന്നല്ലേ. ബട്ട് ഇത് നാടകമല്ല, ഇതൊരു സിനിമയാണ്. രചനാ സംവിധാനം ചെയ്യുന്നത് ജോജു ജോർജ് ആണ്. ആൻഡ് ഇതിന്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത് യുവൻ ശങ്കർ രാജാണ്. BGM അത്ര പൊക്കിയടിക്കാനൊന്നുമില്ല, പക്ഷെ ഒരു നീറ്റായിട്ട് വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ ഈ ഒരു ടീസറിലെ ഒരു BGM യുവൻ ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് സ്റ്റൺസ് ഒക്കെ ചെയ്യുന്നത് അൻപറിവാണ്. ആൻഡ് നിങ്ങൾക്കറിയാം ജോജു ജോർജിന് ആ ഒരു കിണ്ടൽ ഇടിക്കാനുള്ള ആ ഒരു പവറും ആ ഒരു ശരീരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഇടിക്കൊക്കെ ആ ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അൻപറിവിനെ പോലെ ഒരു നല്ലൊരു ആക്ഷൻ സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വരുമ്പോൾ നല്ല രീതിക്കുള്ള ഫൈറ്റുകളും കാണും. ആൻഡ് ഛായാഗ്രഹണം രാജീവ് രവിയാണ്. നിങ്ങൾക്കറിയാം രാജീവ് രവിയെ. അപ്പോൾ അദ്ദേഹം എത്രമാത്രം നല്ല രീതിക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. മൊത്തത്തിൽ ജോജു ജോർജിന്റെ പണി കണ്ടവർക്കറിയാം ജോജു ജോർജിന് നന്നായിട്ട് പണി ചെയ്യാൻ അറിയാമെന്ന്. അപ്പോൾ അതിൻ്റെ പേര് പണി, ഇതിൻ്റെ പേര് പരിപാടി. രണ്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേരാണ്. ബട്ട് അത് സിനിമയിലേക്ക് ആ പേര് വരുമ്പോൾ ഒരു എന്തോ എനർജി വരുന്നുണ്ട്. ഒരു അങ്ങനെ സിനിമ കാണാൻ പോയി, ഇനിയിപ്പോൾ പരിപാടി കാണാൻ പോയി, ഇനിയിപ്പോൾ പണി കാണാൻ പോയി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ടൊരു നോർമൽ ആയിട്ടുള്ള പേരാണ് ജോജു ജോർജ് സിനിമയ്ക്ക് ഇടുന്നത്. നേരത്തെ പണിയെങ്കിൽ ഇപ്പോൾ പരിപാടി കിട്ടും. ആൻഡ് ജോജു ജോർജിന് ഒരു സംവിധാനവും തൻ്റെ കയ്യിലുണ്ടെന്ന് പണിയിലൂടെ തന്നെ ജോജു ജോർജ് തെളിയിച്ചതാണ്. ഇനി ഇതിലും നായകൻ ജോജു ജോർജ് തന്നെ ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ആൻഡ് ഈ വേണു കുന്നപ്പള്ളിയാണ് ഇത് പ്രൊഡ്യൂസും ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഇനിയും കാസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഇനി വരുന്ന അപ്ഡേറ്റ്സുകളിൽ പരിപാടി ടീം അത് അവതരിപ്പിക്കും. ഇപ്പം എല്ലാ ടീമുകളും പുതിയൊരു സിനിമ അനൗൺസ് ചെയ്യാൻ മുമ്പ് ഇതുപോലത്തെ ഒരു
ടീസർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമുക്ക് എല്ലാവരോടും അറിയിക്കണമല്ലോ, നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന്. അപ്പോൾ അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ ജോജു ജോർജിനും ഈ നമ്മൾ ഈ കിണ്ടലിടിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാവേണ്ടി നല്ലൊരു ഇടിയും സ്റ്റണ്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അത് ജോജു നടന്നു വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പണി ചെയ്തത് കൊണ്ട് തന്നെ പരിപാടിക്ക് ഞാൻ വെയിറ്റിംഗ് ആണ്. നല്ല രീതിക്ക് തന്നെ ജോജു ചെയ്യും, സംവിധാനം ആയാലും ആക്ടിങ് ആയാലും. അപ്പോൾ നമുക്ക് നോക്കാം പരിപാടി വൻ പരിപാടിയാകുമോ ഇല്ലെങ്കിൽ വരാത്ത പരിപാടിയാകുമോ എന്നുള്ളത്. ബട്ട് എന്നാലും ടീസർ ഇത് കലക്കിയിട്ടുണ്ട്, മിന്നിച്ചിട്ടുണ്ട്.